നമുക്ക് ഈ വിശ്വാസികൾക്ക് ഈ ബന്ധനം കേൾക്കുമോ? ക്രിസ്തീയ വിശ്വാസികൾക്കല്ലേ? അതെ. ക്രിസ്തീയ വിശ്വാസികൾക്ക് ബന്ധനം ഏൽക്കത്തില്ലെന്നാണ് സാധാരണ എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മുടെ അടുത്ത് വരുന്നവരുടെ ബന്ധനം അഴിയുന്നവരെല്ലാം ക്രിസ്തീയ വിശ്വാസികൾക്കല്ലേ, സത്യക്രിസ്ത്യാനികൾക്കല്ലേ ബന്ധനം അഴിയുന്ന മൊത്തം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡെലിവറായി അവൻ സ്പിരിറ്റിൽ നിന്ന് ഡെലിവർ ആകണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ ബന്ധനം ഏൽക്കത്തില്ല. പിന്നെ അപ്പം പോലും അവനിൽ ബന്ധനമില്ല. അവന് പിശാച് ഒരു മന്ത്രവാദം പോലും അവനെ ഏൽക്കത്തില്ല. പക്ഷെ അവൻ ഡെലിവറൻസ് ആയിട്ടില്ല, പിന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിക്ക് ബന്ധനം വെക്കും. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ പിന്നെ എന്തെങ്കിലും പ്രത്യേകത പിശാചിന് വല്ലതും ഉണ്ട്? പിശാചിന് ആകെ നോക്കുന്ന എന്താണെന്നറിയോ? ദൈവാത്മാവ് ഇവന്റെ ബോഡിയിലുണ്ടോ, ഇവൻ ചർച്ച് ഓഫ് ഗോഡ് ആണോ എന്നുള്ളത് മാത്രമേ പിശാച് നോക്കൂ. ആണെങ്കിൽ സാത്താൻ കയറത്തില്ല. പേടി എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ ആലയമാണോ എന്നുള്ളത്, ദൈവത്തിന്റെ ആലയമാണോ എന്നുള്ളത് അവൻ നോക്കും. അപ്പൊ ദൈവത്തിന്റെ ആലയമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിശാചിന് കയറാൻ പറ്റത്തില്ല, അവന് പേടിയാണ്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ കള്ളും കുടിച്ച് പിന്നെ ആവിചാരത്തിനും പോയി, എല്ലാവിധ തിന്മയ്ക്കും പോയി, പിന്നെ ഞായറാഴ്ചയിൽ ഒരിക്കൽ പോയി കുർബാനയും സ്വീകരിച്ച് വരിക എന്നുണ്ടെങ്കിൽ പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ സ്വീകരിച്ച് നടക്കുന്നവന് മരണവും ദുരിതവും ശാപവും കെട്ടുവരെ അങ്ങനെ തന്നെ വരും. ആ പാവം മൂലം തന്നെ വരുന്നു. അപ്പോൾ പിന്നെ പിശാചിന് അവന് കയറാൻ എളുപ്പമല്ലേ? അപ്പോൾ ഞാൻ ഞായറാഴ്ച പോയി കുർബാന സ്വീകരിക്കുന്നു അല്ലെങ്കിൽ തിരുവത്താരം ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് പ്രധാനം. പരിശുദ്ധാത്മാവിൽ നിറയണം. പരിശുദ്ധാത്മാവിൽ നിറയണമെങ്കിൽ ഡെലിവർ ആകണം. ഡെലിവറൻസ് ആയി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിശാച് ഉപദ്രവിക്കത്തേയില്ല. നമ്മൾ ശ്രദ്ധയോടുകൂടി നടന്നില്ലെങ്കിൽ നമ്മളെ ആണെങ്കിലും പിശാച് കീഴടക്കാം. ഒരു നിമിഷം വേണമെങ്കിൽ കീഴടക്കി നമ്മളെ സ്ലിപ്പാക്കാനായിട്ട് സാധിക്കും. എത്ര വചനപ്രഘോഷകരാണെങ്കിലും കീഴടക്കാം. അതാണ് എൻ്റെ വ്യത്യാസം. അതിനും ചില കാരണങ്ങളുണ്ട്. അപ്പൊ ഈ ശമരിയായിലെ മന്ത്രവാദി ശിമയോൻ മാനസാന്തരപ്പെട്ടില്ലയോ? പുള്ളി സ്നാനപ്പെട്ടു, അപ്പോസ്തലന്മാരുടെ കൈകൊണ്ടാണ് അയാൾ മാനസാന്തരപ്പെടുന്നത്. എന്നിട്ട് പോലും പുള്ളിയിൽ പിന്നെയും പിശാച് എന്നിട്ട് ആ സ്നാനത്തിന്റെ വില പോലും ഇല്ലാതാക്കി കളഞ്ഞു. അത് പത്രോസ് പറയുന്നത്, നിനക്ക് ഇനി രക്ഷ കിട്ടുമോ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ, എനിക്ക് പോലും അറിയത്തില്ലെന്ന് പറയുന്നു. ആ ലെവലിലേക്ക് പുള്ളി മാറിയില്ലേ? അപ്പം സ്നാനപ്പെട്ടാലും പിന്നെ ദേമാസ് പൗലോസിന്റെ അരുമ ശിഷ്യൻ ലോകത്തിലേക്ക് പോയില്ലേ? അപ്പോൾ സ്നാനപ്പെട്ടാലും എന്ത് സംഭവിച്ചാലും ശരി, ഇതിൻ്റെ അകത്തൊരു രീതിയുണ്ട്. അത് എനിക്കാണെങ്കിലും ബ്രദറിനാണെങ്കിലും ആ ലെവലിൽ നമ്മൾ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയവൻ വേണമെങ്കിൽ തിരിച്ചു കയറാം.